നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമന വിവാദത്തിൽ അബിൻ വർക്കിക്ക് പിന്തുണയുമായി ചാണ്ടി ഉമ്മൻ. അധ്യക്ഷ സ്ഥാനത്തേക്ക് അബിൻ അർഹനായിരുന്നുവെന്നാണ് അബിൻ വർക്കിയുടെ പ്രസ്താവന. അബിന് വിഷമമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ആളെ പരിഗണിക്കാമായിരുന്നു എന്നും ചാണ്ടി ഉമ്മൻ അഭിപ്രായപ്പെട്ടു. അബിനെ പരിഗണിക്കാമായിരുന്നുവെങ്കിലും പാർട്ടി തീരുമാനം വന്നാൽ അത് അംഗീകരിച്ച് മുന്നോട്ടു പോവുകയാണ് വേണ്ടതെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. നാഷണൽ ഔട്ട്റീച്ച് സെല്ലിൽ നിന്നും ഒഴിവാക്കിയ സംഭവത്തെക്കുറിച്ചും ചാണ്ടി ഉമ്മൻ സംസാരിച്ചു. ഒരു വാക്ക് ചോദിക്കാതെയാണ് നാഷണൽ ഔട്ട്റീച്ച് സെല്ലിൽ നിന്നും തന്നെ ഒഴിവാക്കിയത്. അന്ന് പാർട്ടി തീരുമാനം താൻ അംഗീകരിക്കുകയായിരുന്നു. പുറത്താക്കാൻ നേതൃത്വം നൽകിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അബിൻ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകൻ വളരെയധികം പ്രവർത്തനം നടത്തിയിട്ടുള്ള, വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ്. സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ഒരു വേദന ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ തീരുമാനം അത് അംഗീകരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അത് നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ ആ തീരുമാനം അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും അബിനെ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആർക്കും. സ്വാഭാവികമായിട്ടും ഒരു തീരുമാനം വരുമ്പോൾ പല അഭിപ്രായങ്ങൾ കാണും. പക്ഷെ പാർട്ടി ഒരു തീരുമാനമെടുത്തു. അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. പക്ഷേ എബിൻ അർഹതയുള്ള വ്യക്തിയാണ്. അബിൻ പതിറ്റാണ്ടുകളായി വർക്ക് ചെയ്യുന്ന ഒരു നേതാവാണ്. എനിക്ക് അദ്ദേഹത്തെ എത്രയോ വർഷങ്ങളായിട്ട് അറിയാം. അദ്ദേഹം താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ഉയർന്നു വന്ന നേതാവാണ്. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ഇവിടെ മാത്രമല്ല ദേശീയ തലത്തിൽ കൂടി പ്രവർത്തിക്കാനുള്ള അവസരം എന്ന രീതിയിൽ കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അബിനതൊരു വിഷമം ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അബിനാണ് ഇവിടെ വൈസ് പ്രസിഡന്റ് നിലയ്ക്ക് രാഹുലുമായി ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ. സ്വാഭാവികമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ തീരുമാനം പരിഗണിച്ച് വേണമായിരുന്നു തീരുമാനമെടുക്കാൻ. പക്ഷേ തീരുമാനമെടുത്ത സാഹചര്യത്തിൽ പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ഇപ്പോൾ നമ്മൾ യുദ്ധമുന്നണി നിൽക്കുകയാണ്. ഇടതുപക്ഷ സർക്കാരിനെതിരെ, പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ. അപ്പോൾ ആ ഗവൺമെന്റിനെതിരെ നമ്മൾ പോരാട്ടം നടത്തുന്ന വേളയിൽ പാർട്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിനോടൊപ്പം നിൽക്കുവാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ട്രെയിൻ തട്ടി ഗുരുതരമായി പരിക്കേറ്റ വെള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ താമസക്കാരി ഷീലയ്ക്ക് ഇനി നിത്യസഹായന്റെ കരുതലുണ്ടാകും. അപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഷീല. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായ ഷീലയെ നിത്യസഹായകൻ ട്രസ്റ്റിൻ്റെ അമ്മവീട് ഭവനിലേക്ക് ഏറ്റെടുത്തു. അപകടത്തിൽ ഷീലയുടെ വലതുകാൽ മുറിച്ചു മാറ്റുകയും ഇടത് കൈവിരലുകൾ അറ്റുപോവുകയും ചെയ്തിരുന്നു. തലയ്ക്കും മാരകമായ മുറിവേറ്റു. അറുന്നൂറ്റിമംഗലം ഗവൺമെൻറ് ആശുപത്രിയിലെ പാലിയേറ്റീവ് നഴ്സ് ആൻഡ് സിസ്റ്റർ അറിയിച്ചതനുസരിച്ച് നിത്യസഹായകൻ അനിൽ ജോസഫും തോമസ് അഞ്ചമ്പിലും അമ്മവീട് സെക്രട്ടറി സിന്ധു വി കെയും ചേർന്ന് ഷീലയെ സന്ദർശിച്ച് വിവരങ്ങൾ അറിഞ്ഞു. 51 വയസ്സുകാരിയായ ഷീല അവിവാഹിതയാണ്. മാതാപിതാക്കൾ മരണപ്പെട്ടു. ഒരു സഹോദരി പൊതിയിലുള്ള ഒരു മാനസികാരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിലെ അന്തേവാസിയാണ്. വെള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോണിക കെന്റെ അഭ്യർത്ഥന പ്രകാരം ട്രസ്റ്റ് ഭാരവാഹികൾ ഷീലയുടെ ഭവനത്തിലെത്തി അവരെ ഏറ്റെടുക്കുകയായിരുന്നു. ഈശ്വരവിശ്വാസികൾ അയ്യപ്പന് സമർപ്പിച്ച സ്വർണവും പണവും സംരക്ഷിക്കേണ്ടവർ തന്നെ കൊള്ളയടിച്ചു എന്നത് ഏറെ അപമാനകരമാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ബെന്നി ബെഹനാൻ MP നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് പാലായിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി. സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് ടോമി കല്ലാനി അധ്യക്ഷത വഹിച്ചു. മാണി സി കാപ്പൻ MLA ജാഥ ക്യാപ്റ്റനെ പൊന്നാടയണിയിച്ചു. ക്യാപ്റ്റൻ ബെന്നി ബെഹനാൻ, ആൻഡോ ആൻ്റണി MP, ജോസഫ് വാഴയ്ക്കൻ, ജാഥ വൈസ് ക്യാപ്റ്റൻ VT ബൽറാം, VP സജീന്ദ്രൻ, PS സലീം, നാട്ടകം സുരേഷ്, അബ്ദുൽ മുത്തലിബ്, ഫീൽസൺ മാത്യൂസ്, ഫിലിപ്പ് ജോസഫ്, തോമസ് കല്ലാടൻ, AK ചന്ദ്രമോഹൻ, ബിജു പുന്നത്താനം, പ്രൊഫസർ സതീഷ് ചൊള്ളാനി, N സുരേഷ്, മോളി പീറ്റർ, R സജീവ്, CT രാജൻ, മുഹമ്മദ് ഇല്യാസ്, സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അവസാനത്തെ ഈ മോഷണത്തിന്റെ കഥ, ആ മോഷണത്തിന്റെ കഥ തന്നെ 2017 മുതൽ നടന്ന എല്ലാ കൊള്ളയും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം അത് കോടതിയിൽ പോയത് ആരും പരാതിക്കാരായി പോയതല്ല. കോടതി ഒരു റിപ്പോർട്ട് മേടിച്ചു. ആ റിപ്പോർട്ടിനകത്ത് കണ്ട കാര്യങ്ങൾ വെച്ച് കോടതി അത് പരിശോധിച്ചു. ആ പരിശോധനയിൽ കോടതിക്ക് മനസ്സിലായി ഇതിനകത്ത് മോഷണമുണ്ടെന്ന്. അതുകൊണ്ട് കോടതി സിയോമോട്ടോ ഒരു കേസെടുത്തു. എന്നെ കേൾക്കുന്ന അഭിഭാഷകരുണ്ടെങ്കിൽ അവർക്ക് കൃത്യം മനസ്സിലാകും. ഒരു കോടതി സിയോമോട്ടോ കേസെടുക്കാൻ തീരുമാനിച്ചാൽ ഇതിൽ മോഷണമുണ്ട്
എന്ന് കോടതിക്ക് നേരത്തെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ സുമോട്ടോ കേസ് എടുത്തത്. ആ കേസാണ് ഇപ്പോൾ കോടതിക്കകത്ത് കിടക്കുന്ന കേസ്. ആ കേസെടുത്ത് ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ കുറെ അവതാരങ്ങൾ അതത് കാലത്ത് പ്രത്യക്ഷപ്പെടുകയാണ്. അവരെല്ലാം വന്നിട്ട് ഇത് മോശം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ശബരിമലയെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം നമ്മൾ അഭ്യതാപ്പുണ്ടാക്കി, പിന്നീട് നമ്മൾ അത്ഭുതമുണ്ടാക്കി, പിന്നീട് നമ്മൾ ദുഃഖമുണ്ടാക്കി. കാരണം ശബരിമലയിൽ അടുത്ത കാലഘട്ടത്തിൽ നടന്ന സ്വർണ്ണ കവർച്ച, മോഷണം ആര് നടത്തി എന്നതിനെ കുറിച്ച് അതിന്റെ ചെമ്പ്, അതിന്റെ സത്യാവസ്ഥ നോക്കി. ആരാണ് ഈ മോഷണം നടത്തിയത്? വഴിപോക്കറിയാം. ഏതെങ്കിലും കള്ളന്മാരല്ല. ശബരിമലയിൽ മോഷണം നടത്തിയത് ശബരിമല സ്വത്തുക്കൾ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി നിയമാനുസൃതം താക്കോൽ ഏറ്റുവാങ്ങിയ ചോദ്യങ്ങളാണ് ഭരണകൂടത്തിന് മുമ്പിൽ ഉന്നയിക്കുന്നത്. അതിന് മറുപടി കിട്ടുന്നില്ല. അതാണ് ഈ നാട് ഇന്ന് കണ്ടുകൊണ്ടത്. ശബരിമല എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ചൊരു വികാരമാണ്. മലയാളിയെ സംബന്ധിച്ച് മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഓരോ വർഷവും ലക്ഷക്കണക്കിന്, ഒരുപക്ഷെ ദശലക്ഷക്കണക്കിന് ഒഴുകിയെത്തുന്ന ഒരു പരിപാവനമായ ഇടമാണ്. അവിടെ കയറി ഈ മാതിരി ക്രൂരകാര്യങ്ങൾ നടത്താൻ പറയുമ്പോൾ എത്ര വലിയൊരു വഞ്ചനയാണ്. എത്രയായാലും ആളുകളെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ആ വേദനയെ മുളക്കുളം പഞ്ചായത്തിൽ കേരളോത്സവത്തോടനുബന്ധിച്ച് നടന്ന മത്സരങ്ങളിൽ കളരിപ്പയറ്റിനോട് അവഗണന കാണിച്ചതിൽ കോട്ടയം ജില്ലാ പൈതൃക കളരിപ്പയറ്റ് അസോസിയേഷൻ പ്രതിഷേധം രേഖപ്പെടുത്തി. ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിൻ്റൺ ഉൾപ്പെടെയുള്ള എല്ലാവിധ ഇനങ്ങളിലും മത്സരിച്ചവർക്ക് ഫസ്റ്റ്, സെക്കൻഡ്, ബെസ്റ്റ് പ്ലെയർ ഓവറോൾ ട്രോഫികൾ നൽകിയപ്പോൾ കളരിപ്പയറ്റിൽ മത്സരിച്ച കളരികൾക്കും അതിൽ മത്സരിച്ച കുട്ടികൾക്കും യാതൊരുവിധ പരിഗണനയും നൽകിയില്ലെന്നാണ് ആക്ഷേപം. കളരിപ്പയറ്റിന് സമ്മാനമില്ല, ആദരവ് മാത്രമെന്ന് അനൗൺസ് ചെയ്യുകയാണുണ്ടായത്. എല്ലാ മത്സരങ്ങൾക്കുമൊപ്പം കളരിപ്പയറ്റും ഒരു മത്സര ഇനമാണ്. മറ്റ് മത്സരങ്ങൾക്കുള്ളതുപോലെ തുല്യ പരിഗണന കളരിപ്പയറ്റിനും നൽകണമെന്ന് പൈതൃക കളരിപ്പയറ്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. കേരള പൈതൃക കളരിപ്പയറ്റ് അസോസിയേഷൻ കോട്ടയം ജില്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തുകയും വരും കാലങ്ങളിൽ അടുത്ത തുടർ ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഉള്ള തീരുമാനങ്ങൾ നിലവിൽ ജില്ല എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ ആരാണോ, നമ്മളെ സംബന്ധിച്ചോളം പഞ്ചായത്തോ ബ്ലോക്ക് അതുപോലെ തന്നെ നമ്മുടെ കളക്ടർ ഉൾപ്പെടെ അവർക്ക് വേണ്ട രീതിയിലുള്ള പരാതികളും കാര്യങ്ങളും കൊടുക്കുക എന്നുള്ള ഒരു കാര്യങ്ങൾ. കാരണം ഇന്ന് നേരിട്ട കാര്യങ്ങൾ നാളെ ആർക്കും അല്ലെങ്കിൽ ഒരു കളരിക്കും ഉണ്ടാവരുത്. കളരിയെ ജനകീയമാക്കണം, കളരി എല്ലാവരിലും എത്തിച്ചേരണം. അപ്പോൾ എല്ലാ കുട്ടികൾക്കും അതിനുള്ള പരിഗണന കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ അസോസിയേഷൻ കൂടുതലായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.